മദ്യപിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഡ്രോവൽ സിന്റെ ഉണ്ടെന്ന് പല ആരോപണങ്ങളും പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മദ്യപാനിയല്ല കേട്ടോ. ഒക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. വീഡിയോ കാണുന്നുണ്ട്. പിന്നീട് പുറത്ത് പോകാൻ ശേഷം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇന്ന് കൊള്ളാം എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് വീണ്ടും തുടരാൻ. അതിന്റെ ഇടയ്ക്ക് പലതും ഈ പറയുന്നതായിട്ട് മത്സരാർത്ഥികളോട് അവിടെയുള്ള കൂടെ ഉള്ള ആളുകളോട് പറഞ്ഞതിന്റെ ഒരു മെമ്മറി വന്നു. ഓർക്കുന്നില്ല. എന്ത് പറഞ്ഞത്? എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് പുറത്തേക്ക് പോകണോ? വീട്ടിൽ തിരിച്ചു കേട്ടോ. തിരിച്ചു പോകണമെന്ന് പറയുന്നു. ഈ മരുന്ന് തന്നതിന് ശേഷം താങ്കൾക്ക് ഉറങ്ങാൻ കഴിയും? എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല. ഉറങ്ങി. ഇല്ല ഇല്ല, ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, അവിടെ നേരെ പുറത്ത് എന്നെ ജസ്റ്റ് കൺഫഷൻ റൂമിൽ നിന്ന് ഇവര് ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി. ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പുഷ് ചെയ്തകത്ത് കയറ്റിയത്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്തേക്ക് കയറ്റിയതാണ്. പാലിക്കാതെ തിരിച്ചു പുഷ് ചെയ്ത് എന്നെ അകത്ത് കയറ്റിയത്, നിർബന്ധമായി കയറ്റിയത്. ആവാം, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വാങ്ങിയ സമയത്ത് ഇതും അതുമായിട്ടൊക്കെ കണക്റ്റഡ് ഉണ്ടോ? ജാസ്മിനെ കളിച്ചുകൊണ്ട് കൂടിയാണോ? നമുക്ക് വിഷയം ഇതിൽ നടക്കാം. ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല. ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതല്ല, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവര്. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും അവർ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതെ, സംശയമാണ് എന്റെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. പല സീസണിലും അങ്ങനെ പലരും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്. ഒരാൾ സൂയിസൈഡിലൊക്കെ ശ്രമിച്ചു. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, അപ്പൊ ഒരു വലിയ ഡ്രഗ് മാഫിയ ഉണ്ടാവാം, അന്വേഷണത്തിൽ തെളിയട്ടെ. ഉണ്ടാവാം. ഈ ഡോക്ടറില്ലേ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നല്ല അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് ഇവര് തന്നിട്ടില്ല. നിങ്ങളെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കെതിരെ ഏഷ്യാനെറ്റിലോ എൻഡമോൾ ഷൈനിലോ കംപ്ലൈന്റ് അറിയിച്ചിരുന്നു. ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു. ഇല്ല. അതെ, എന്ത് ജെന്യൂനിറ്റിയാണ്? അല്ല, ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ്. എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. എന്നത് പറഞ്ഞു, എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ എവിഡന്റ് ആയിട്ട് ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്തു പോകണം എന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് തോന്നുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല. അപ്പം അതിനോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ മത്സരത്തിൽ ഒരു 4 രീതിയിലാണ്, ഒരു 4 സ്റ്റെപ്സിലാണ് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ. അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം അഖിലേട്ടനെ പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും. 2, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാനിപ്പോ എന്താ പറയാവുന്ന ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും. അപ്പം ഇത് അതിന്റെ ടാസ്കുകളുണ്ട് ബ്രോ. ഇപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണ്. ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത്. 2, ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു. അപ്പൊ അഭിഷേക് ചെയ്തത് ഉൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്.
പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അവര് വരും. മത്സരാർത്ഥികൾ മത്സരിച്ചിട്ട് താങ്കൾ മാത്രമാണ് ഇങ്ങനെ അതായത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അവരും കഴിച്ചു എന്ന് പറയുന്നു, പക്ഷെ അവരെല്ലാം റിയാക്ട് ചെയ്യുന്നത് ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് ബ്രോ ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവര് പേടിപ്പിക്കുന്നു. കോൺട്രാക്ട് അതെ എനിക്ക് അറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണോ അത് സ്കീസോഫ്രീനിയുടെ മരുന്ന്. ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും ബ്രോ. ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞൊരു ചെറിയ പീസായിട്ടാണ് തരുന്നത്. അത് എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും. വോലാൻ സപ്പായം എന്ന് വായിക്കാൻ പറ്റും. ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതിനകത്ത് കൃത്യമായ ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത് പൂർണ്ണമായും സിബിന്റെ പത്രസമ്മേളനമാണ്. ഞാൻ ഇതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത്. നഷ്ടങ്ങളിലേക്ക് പൊതുവെ എല്ലാവർക്കും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ. അത് ആമുഖമായി പറയട്ടെ. ഇത് എന്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ്. അഖില നീ അതിൽ പോകരുത് എന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത് സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ? അവൻ പറയുന്നത് കള്ളത്തരമല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ പറയാനുള്ള കാരണം സിബിനെ പോലൊരാളെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി DGP കൊണ്ട് നിങ്ങൾ എത്ര പേര് പോകും? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. എന്താണ് ലാഭം? അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവന്റെ പേര് മാറ്റി, റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ. അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരു ഫാർമാ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക. അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല. അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജിച്ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണെന്ന് മറന്നുപോയി, ഒരാളൂടെ ഉണ്ടായിരുന്നു. അയാളുടെ പസിലും അപ്പുറത്തിന് 4 റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്. ഞാൻ ഇനി 2 കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലയിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്. വോട്ടിംഗിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്. എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റിയില്ല, എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയും
ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മളെ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ്. ഈ ടാസ്ക് ഒരിക്കലും ആരും, കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ബോറിംഗ് ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥികളുടെ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല ടെലികാസ്റ്റ് ചെയ്തത്, പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജു ചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. മൂന്നാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാ. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര, നാദ്ര പണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ളൂ, നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ. പിന്നെ ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഫാമിലി വീക്കില് ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഉദാഹരണം, ഷിജു ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല. എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്, അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിവിൻ ഉദാഹരണത്തിന് ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് 10 ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഒരു ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത്. കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ, കാരണം പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നേ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാലിയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാണ് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഫേവറിസം കിട്ടുന്നൊക്കെ ചിലർ പറയും. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല. നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല. ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. താങ്കൾ ഇത് പറയാൻ എന്തുകൊണ്ട് 1 വർഷം സമയമെടുത്തു? അല്ല, ഞാൻ വിജയിച്ച ആളല്ലേ. ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ ഇവനോട് സിബിനോട് പറഞ്ഞ ഇദ്ദേഹം ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ഒരു PR ആയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ല, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചെന്ന് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്ത പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും.
അപ്പൊ പൈസ തരുന്നത്. അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് നിശബ്ദത പാലിച്ചൂടെ? എനിക്ക് എന്താണ് നഷ്ടം? ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറിക്കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഞാൻ എന്നെ ഒരു വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീൺ ചിലപ്പോൾ ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത്? അതിൽ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് PRO ഹെഡായിരുന്നു. അന്ന് എന്നോട് സംസാരിച്ച ആള് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത്. എന്റെ അടുത്ത് ഷെയർ ചോദിച്ചു, ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല, പിന്നെ 100 പോയി കൊടുക്കാനേ ചോദിക്കൂ. താങ്കൾ പറഞ്ഞ പ്രവീണിന്റെ കാര്യം ഈ താങ്കളുടെ മാത്രമാണല്ലോ. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്നും പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നു. ഈ സിബിന്റെ കേസിലൊക്കെ പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹവും ഉണ്ടാവും. കാര്യം അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തിൽ നടത്തിയ ആള് പ്രവീൺ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു, ജാൻമണി ഹോട്ടൽ ക്ലാസ്സിൽ കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽകുമാറിനെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവനെ ചതിച്ചതായി വരും. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്ത് കൊടുത്ത് ചാത്തിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം പ്ലാൻഡാണ് ഇവർക്ക് ഇങ്ങനെ, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിനും പിടിക്കുന്നതിലൊക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനൊന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മുടെ ഉള്ളിലൊരു നീതി ബോധം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, അത്തരം നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. താങ്കൾ ആരോപിച്ച ആരോപണത്തിൽ പ്രവീണാണോ? ഏതായിരുന്നു? താങ്കൾ പീഡനാരോപണം പിടിപ്പിച്ചിട്ടില്ല. അല്ല, എന്റെ വിഷയമാണ്. അല്ല, അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പറ പ്ലീസ്. ഇത് ഹൈദരേട്ടാ പ്ലീസ്, ഇത് വിഷയം ഇത് ആദ്യം ഒരു മിനിറ്റ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ്. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ തറപ്പിച്ചത് അത് വേണ്ട. ഇത് എന്റെ വിഷയമാണ്, എനിക്കിത് സംസാരിച്ചേ പറ്റൂ. അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പൊ അഖിലേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് കൂട്ടിച്ചേർത്ത് ഞാൻ പറയണ്ടേ. സ്വിമ്മിംഗ് പൂൾ ടാസ്കില് സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ നാദിറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി? എന്നിവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്യാട്രിക് സെഷനിലൂടെയാണ്, ഒരു സംശയമില്ല. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂറായിരുന്നു. എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നു? അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക. അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. 150%. ഞാൻ പറഞ്ഞത്, എന്റെ വാക്കുകൾ ഇതാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല? ഞാൻ ഇവിടെ ഉള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ? ആ കണ്ടന്റ് കിട്ടിയല്ല നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ബോധ്യമാണ്. 150% ഞാൻ അങ്ങനെയാണ് എന്നെ പുറത്താക്കിയതല്ല ഹൈദരാബാദ് എന്റെ പ്രശ്നം, പുറത്താക്കിയതല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല, അത് തന്നെയാണ്. ഈ ആരോപണങ്ങളൊക്കെ പുറത്താക്കിയതിന്റെ ഗ്രഡ്ജാന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് തന്നെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജ് ആണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങിയ സമയത്തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ്. ആ അനീതി ഇതാണ് ആ നീതി. റോങ്ഫുൾ കൺഫൈൻമെന്റ്, മരുന്ന് തരിക, എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്തുക. ബേസിക്കലി
ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എന്നോട് ഞാനത് പറഞ്ഞോട്ടെ സഹോദര, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെ ആയിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാൻ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരുന്നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 മാസം റോഷാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ക് ടെസ്റ്റ്, ബ്ലൂ ഇങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേരാണ്. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു മെഡിക്കൽ ക്രൈം ആയിട്ട് തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇറങ്ങിയ സമയത്ത് അഖിലേട്ടൻ പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്നിട്ടും ഇങ്ങനെ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. സാബുമോനെ അത് കണ്ടിട്ട് സെയിം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു എപ്പിസോഡില് പുള്ളിക്കാരനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു തട്ടുകട അതിൽ വിളിച്ചിരുത്തി വേണമെന്ന് വെച്ചാൽ താങ്കളെ അതിനകത്ത് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓഫറുകളോ ഇനി ഇങ്ങനെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നായിരുന്നോ? നാണം കെട്ടും പണം നേടുകയും നാണക്കേട പണം മാറ്റിടുന്നില്ല. ദീപസ്തംഭം വായിച്ചിട്ടും എനിക്ക് കിട്ടുന്ന പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും അറിയാം. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരം ഞാനല്ലല്ലോ, പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നൊരു മത്സരമാണ്. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കിക്കൊണ്ടെന്നേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. പക്ഷെ അത് ഇവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാകും. നാളെ ഈ സിബിൻ ഇറങ്ങി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷെ മേ ബി വന്നേക്കാം, നിനക്ക് തൈകളില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ചെറുപ്പക്കാരന് നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ? അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു നടി, അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവപ്പെടുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് ഇത് തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നത്. അവര് കേസ് കൊടുത്തു. അത് അവന്റെ ചമ്പുറപ്പ്, അവന്റെ വിൽപ്പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ചിലര് വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനി കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാതെ ഇരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ കൂടിപ്പടച്ചു വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയത് ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, സിബി ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റും എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ. ഇപ്പോ അഖിൽമാരാറ്, സിബിൻ, ഇപ്പോ വക്കീലുണ്ട്, എല്ലാവരും കൂടി ഇപ്പൊ തിരിഞ്ഞു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി അല്ല നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി ഷൈനാണോ, ഏഷ്യാനെറ്റാണോ, അല്ലെങ്കിൽ വ്യക്തികളാണോ? കമ്പനിയല്ല. കമ്പനിയെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? വ്യക്തികളാണ്. ഈ ഷോ അല്ല കുഴപ്പം. ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ സിബിനെയും ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പുറത്ത് പറയുന്നില്ല? ഇപ്പം അഖിലിന്റെ ആരോപണം മാരാരുടെ ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര്, ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല. അത് ആക്ച്വലി പ്രേക്ഷകരിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ? അല്ല, ആ ഒരു സംശയം വേണ്ട. കാര്യം എഫ്ഐആർ വീണ് കഴിഞ്ഞാൽ സ്റ്റേജിലാണ്.
ഓൾറെഡി കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പേര് വന്ന് അഖിലേട്ടന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന് ഇവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല എന്ന പേരിലാണ്. പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ പേരല്ല, ആരാണ് വിളിച്ചത്, ആരാണ് ഓഫർ ചെയ്തത്, ഉടനെ പുറത്തു വരും. എല്ലാ മീഡിയയ്ക്ക് മുമ്പിലും ഫിറോസ് ഒക്കെ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ഇത് നമ്മുടെ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ വ്യക്തമായ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിന് ഈ പരാതിയിലാണെങ്കിലും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളൊരു അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ആർക്കെതിരെയാണ് എന്നുള്ളത് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിനെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്, 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാര്യം വെച്ചാൽ DGP കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിന് അറിയാം, എന്റെ മോൾ ഷെയ്, ഈ 2 ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാലേ പ്രേക്ഷകർക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. 100% കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്ത് അത് കോടതിയിൽ എത്തും. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രതിയാക്കപ്പെടും. അതിനകത്ത് എഫ്ഐആർ പുറത്തു വരും. നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന വിഷയം. കാരണം ബിഗ് ബോസിൽ ഇതിനു മുമ്പ് പറഞ്ഞാലും 3-4 പരാതി കൊടുത്തിട്ടുണ്ട്. എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ്, ഇത് കേരളമാണ്. എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല. എനിക്കത് 100% ഉറപ്പാണ്. അവിടെ നടക്കുമായിരിക്കും. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവിടെ ഇത് നടക്കൂല. ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ് മീറ്റും കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഈ FIR കൈ കിട്ടി കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ? അത് കഴിഞ്ഞ് വിളിക്കുന്നതായിരുന്നു നല്ലത് പ്രസ് മീറ്റ്. അല്ല, അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട്. കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കണം ജീവൻ തന്നെ ഭീഷണിയുണ്ട്. ചെന്നൈയിൽ ഇയാള് പോയ സമയത്ത് ഇയാളെ ഫോളോ ആൾക്കാർ വരുവാണ്. ഞാൻ പറഞ്ഞില്ല അയാളെ പേര്. ഇവരെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതെന്ന് വെച്ചാല് ഈ പറയുന്ന ഒരാള് എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്, അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ ആരാണെന്ന് പറയാം. ജീവ സെൽവ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. അതൊന്ന് എല്ലാവർക്കും ഇദ്ദേഹമാണ് എന്നെ ഫോളോ ചെയ്തത്. സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും. അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾ ശൈലി ജോലി ചെയ്യുന്ന. അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു.